പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം. നമസ്കാരം. നമ്മിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈശ്വര ചിന്തകളെ നമ്മിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് തുലാമാസം 5-ാം തീയതി, അതായത് 2016 ഒക്ടോബർ മാസം 21-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം 36 നാഴിക തിരുവാതിരയും ബാക്കി പുണർദവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ള നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമുക്ക് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ശർമാജി ചെന്നൈയിൽ നിന്ന് ജമുന എഴുതുന്നു. ഭർത്താവിന് ബിസിനസ്സാണ്, 2 കുട്ടികളുണ്ട്, വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഫാമിലി ആയിരുന്നു. ഇപ്പോൾ 1 വർഷമായി ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കാണുന്നു. കുടുംബത്തിലെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ല, കുട്ടികളുടെ കാര്യങ്ങൾ പോലും തിരക്കാറില്ല. ഭർത്താവിൻ്റെ മനസ്സ് മാറി അദ്ദേഹത്തെ തിരികെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഗ്രഹനില ചേർത്തിട്ടുണ്ട്. ചില നക്ഷത്രങ്ങൾ തങ്ങൾ വേദമായിട്ട് തിരികെയും ചില നക്ഷത്രങ്ങൾ തങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞ പോലെ ദേവഗണം, അസുരഗണം, മനുഷ്യഗണം എന്നിത്യാദി വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ തലഖനം ഉണ്ടാകുക, തമ്മിൽ യോജിക്കാതെ വരിക, തമ്മിൽ പോരാടുക, ഒരു മുജ്ജന്മ ശത്രുക്കളെ പോലെ കീരിയും പാമ്പും പോലെ കഴിയുക, അല്ലെങ്കിൽ ജീവിതത്തിന് ഐശ്വര്യമില്ലാതെ വരിക, അല്ലെങ്കിൽ തലമുറ അന്യം നിന്ന് പോവുക, അല്ലെങ്കിൽ തലമുറയാൽ പഴച്ചു പോവുക, കുടുംബത്തിൽ വംശനാശം വരിക, അല്ലെങ്കിൽ കുലമഹിമകൾക്ക് വിപരീതമായി ജീവിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ അസുരഗണം, ദേവഗണം, മനുഷ്യഗണം എന്നിത്യാദി ഗണവ്യത്യാസങ്ങൾ കൊണ്ട് സംഭവിക്കുമ്പോൾ ചില നക്ഷത്രങ്ങൾ തങ്ങളിൽ വേദദോഷങ്ങൾ വരുന്നതാണ്. വേദം എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോവുക എന്നർത്ഥം. ചില നക്ഷത്രങ്ങൾ തങ്ങളിൽ അന്തിമരജു, ആദിമരജു, മധ്യമരജു എന്നിത്യാദി ദോഷങ്ങളും, ചില നക്ഷത്രങ്ങളുടെ കൂറുകൾ, രാശികൾ തങ്ങളിൽ അഷ്ടമഷഷ്ടം, ഷഷ്ടാഷ്ടമം എന്നിത്യാദി ദോഷങ്ങളും ഉണ്ടാകും. ഇവിടെ പൂരിട്ടാതി നക്ഷത്രമാണ്, ഉത്തര നക്ഷത്രവുമാണ് കിട്ടിയിരിക്കുന്ന ദമ്പതികളുടെ. അതായത് ഉത്തര നക്ഷത്രവും പൂരിട്ടായ നക്ഷത്രവും തങ്ങളിൽ, അല്ലെങ്കിൽ പൂരിട്ടായ നക്ഷത്രവും ഉത്തര നക്ഷത്രവും തങ്ങളിൽ വേദം എന്ന് പറയുന്ന നക്ഷത്രങ്ങളാണ്. വേദിക്കുക, മുറിഞ്ഞു പോകുക എന്ന് പറഞ്ഞല്ലോ. അത് മിക്കവാറും 6-ാം വർഷം മുതൽ 8-ാം വർഷത്തിനുള്ളിലായിരിക്കും ഈ മുറിയാൻ സാധ്യത. ആദ്യത്തെ 1 വർഷമോ 2 വർഷമോ ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. ക്രമാനുഗതമായി ഇവർ തമ്മിലുള്ള അഭിപ്രായങ്ങളിലും സ്വഭാവത്തിലും ശാരീരിക, മാനസിക, സാമ്പത്തിക, വൈകാരിക, കുടുംബ ബന്ധങ്ങൾ തങ്ങളിൽ ഉലയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളോ സംഭാഷണങ്ങളോ, തമ്മിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള സംഭാഷണങ്ങൾ, തമ്മിൽ തരം താഴ്ത്തുക, തമ്മിൽ ആർക്കാണ് യോഗ്യത എന്നുള്ള വിലയിരുത്തൽ ഉണ്ടാകുക, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ രോഗം ഉണ്ടാകുക, അല്ലെങ്കിൽ ഈ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ കടന്നു വന്ന് ഇവരുടെ ജീവിതത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധിയിൽ വാളംപൊളി വഴിയുക എന്ന് പറഞ്ഞ പോലെ കലർപ്പുണ്ടാകുക.
അങ്ങനെ വരുന്ന വ്യക്തിയാൽ ദമ്പതികൾ ആർക്കെങ്കിലും അങ്ങോട്ട് അനുരാഗമുണ്ടാകുക. നമുക്ക് കുടുംബത്തിൽ ദാമ്പത്യത്തിൽ കിട്ടാത്ത സ്ലോഹങ്ങൾ, ആദരവുകൾ, ബഹുമാനങ്ങൾ, നല്ല വർത്തമാനങ്ങൾ ഇവ വരുന്ന വ്യക്തിയിൽ നിന്ന്, അത് സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും കിട്ടുന്നു എന്നുള്ള ആ സന്തോഷത്താൽ അങ്ങോട്ടേക്ക് ജീവിതം മാറുക. തന്നിമിത്തം കുടുംബം ഒലയുക. പല കുടുംബങ്ങളിലും യാതൊരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ദമ്പതികളിൽ ഏതെങ്കിലും പുരുഷൻ്റെയോ ഏതെങ്കിലും സ്ത്രീയുടെയോ കടന്നുകയറ്റം ഉദ്യോഗത്തിലോ തൊഴിൽ ഫീൽഡിലോ കുടുംബ ബന്ധങ്ങളിലോ പരിസരങ്ങളിലോ ഉണ്ടായി അവ മുഖാന്തരം കുടുംബം ഒരു സുനാമി പോലെ ആയിത്തീരുന്നു. അത് നിമിത്തം പിന്നീട് ഒരിക്കലും ചേരാൻ വയ്യാത്ത നിലയിൽ വരും. ബഹുഭൂരിപക്ഷവും മധ്യമരജുവോ അന്തിമരജുവോ ആദിമരജുവോ ഷഷ്ടാഷ്ടമോ അഷ്ടമഷഷ്ടമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള വേദനക്ഷത്രങ്ങളോ തങ്ങളിലാകാം. ഇതിൽ 99%. അല്ലാതെ വരുന്നത് ഇതൊക്കെ പരിഹരിക്കപ്പെടുകയും ഇത്യാദി കാര്യങ്ങൾ പരിഹരിക്കാൻ നന്നേ ബുദ്ധിമുട്ടുകയും ചെയ്യും. വാശികൾ കൂടും. ഇവരുടെ ജീവിതത്തിൽ 6-ാം വർഷം മുതൽ 8-ാം വർഷം വരെ ബന്ധം പിരിയുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അപകടം ഉണ്ടായി അംഗവൈകല്യങ്ങളുണ്ടായി തീരുകയോ ചെയ്യാം. അല്ലെങ്കിൽ രോഗങ്ങൾ നിത്യരോഗങ്ങളായി തീരാം. അല്ലെങ്കിൽ ക്രിമിനൽ സംബന്ധമായ കുറ്റങ്ങളിൽ ജയിൽവാസം, മരണാനന്തര ജീവപര്യന്തമോ ഒക്കെ വന്നിട്ട് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ വയ്യാതെ വരിക. അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയി അവിടെ ജയിലിൽ കിടക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും നിരപരാധിത്വം വന്നിട്ട് അവിടെ കിടക്കുക, അകന്ന് കഴിയാനുള്ള വരിക. ഇതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒറ്റ ഒളിപ്പോര്, നോണ, ഏഷണി, കിംവദന്തി ഇങ്ങനെയുള്ളകൾ പരസ്പരം സംശയ ദൃഷ്ടിയാൽ ജീവിതം ഉലയുക. ബഹുഭൂരിപക്ഷവും മനോരോഗ ആശുപത്രികളിലും അതുപോലെ തന്നെ മനഃശാസ്ത്രജ്ഞന്മാരുടെ ഇടകളിലും വക്കീലന്മാരുടെ ഇടകളിലും കുടുംബ കോടതികളിലുമൊക്കെ വരുന്ന കേസുകളിൽ ഈ പറഞ്ഞ ഷഷ്ടാഷ്ടമം, അഷ്ടമഷഷ്ടം, വേദം, രജു, ആദിവേദം, അന്തിമവേദം, മധ്യമരജുവേദം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങൾ തങ്ങളിലായിരിക്കാം ബഹുഭൂരിപക്ഷ സാധ്യത. അതിനൊക്കെയാണ് ഇത് കുറേ പൊരുത്തം നോക്കി മുന്നോട്ട് പോയാൽ വലിയ വിപത്തുകൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഷഷ്ടാഷ്ടമ വേദദോഷങ്ങൾ ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി വിവാഹം കഴിച്ച് അന്നുണ്ടായിരുന്ന ചില എഗ്രിമെൻറ്റുകൾ, സ്ത്രീധനമാകാം, സ്വർണ്ണമാകാം, ഭൂമിയാകാം, മറ്റേതെങ്കിലും ആകാം, അത് ചിലപ്പം നിർഭാഗ്യവശാൽ കഷ്ടകാലം കൊണ്ട് അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് അത് പാലിക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ ഇതായിരിക്കും ഉള്ളിൽ ഇരിക്കുന്ന നീരസം. അല്ലെങ്കിൽ മറ്റേ ആർക്കെങ്കിലും വിവാഹം വാഗ്ദാനം ചെയ്തിട്ട് അവരിൽ നിന്ന് അടർന്നെടുത്ത് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതി മേന്മയോ അല്ലെങ്കിൽ സാമ്പത്തികമില്ലായ്മയോ ഉദ്യോഗമില്ലായ്മയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർക്ക് ക്ഷീണകാലമോ അല്ലെങ്കിൽ നല്ല കാലമോ വന്നിട്ട് അതുമായിട്ട് പൊരുത്തപ്പെടാൻ വയ്യാതെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് കെട്ടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ കെട്ടുകയോ ഒക്കെ ചെയ്ത് പിന്നീട് ഒരു നല്ല കാലം വന്നതിന് ശേഷം എനിക്കങ്ങനായിരുന്നു അല്ലെങ്കിൽ നിനക്കങ്ങനായിരുന്നു, എനിക്ക് വലിയ വലിയ സിനിമാ നടനെ പോലെയുള്ള ആലോചന വന്നതാണ്, എനിക്ക് സിനിമാ നടിയെ പോലെയുള്ളവർ വന്നതാണ്, എനിക്ക് വയ്യാവരി എൻ്റെ തലവരെ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 6-ാം കൊല്ലം മുതൽ തെറ്റിപ്പിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെക്കാം. അപ്പോഴത്തേനും നല്ല കാലമായി, പിന്നെ ആ കഴിഞ്ഞ കാല ദുഃഖങ്ങളൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള അനവധി നൂറുകണക്കിന് കാര്യങ്ങളുടെ ഒരു സമാഹാരമാണ് വേദം. ഇത് ഒരു കൂട്ടുകക്ഷി ബിസിനസ്സുകൾ ചെയ്യുന്ന പുരുഷന്മാർ തങ്ങളിലാണെങ്കിലും വേദനക്ഷത്രങ്ങളും ദേവ അസുരഗണങ്ങൾ തങ്ങളിലാണെങ്കിലും ഒരു 3-4 കൊല്ലം കഴിയുമ്പം അഭിപ്രായ വ്യത്യാസമായി. ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്തോളാം, നിൻ്റെ കാശ് പിടിച്ചു, അല്ല നിങ്ങളുടെ കാശ് പിടിച്ചു, അതല്ല ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, നിങ്ങളെ പിടിച്ചു, വഴക്കായി. വേദനക്ഷത്രങ്ങൾ തങ്ങളിലാണെങ്കിലും അത് 6-ാം കൊല്ലം മുതൽ ഐശ്വര്യമില്ലാതെ അത് കണ്ടുകെട്ടുവോ നഷ്ടമോ ഉത്തരവാദിത്വമില്ലായ്മയോ ഒക്കെ ആയിട്ട് അത് പിരിയുന്നു. ഇതിന് വിവാഹം നടന്നു പോയ സ്ഥിതിക്ക് ഐകമത്യം ഉമാമഹേശ്വരം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ഒരു 18 days വധുവിൻ്റെയും വരൻ്റെയും പേരും നക്ഷത്രവും വീട്ടുകാരുടെയും കൂടെ ചേർത്ത് പ്രസ്തുത വിഷയങ്ങൾ ഈ പറഞ്ഞ നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ ഉള്ളാലെ അത് സംബന്ധിച്ച് അത് ചർച്ചകളിലൂടെ പരിഹരിക്കുകയും മേലിൽ അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ഉമാമഹേശ്വരം ഐകമത്യം എന്നിത്യാദി ക്രിയാദികളിലൂടെ ഒരു 60% വരെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതുമാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം